ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സ്പെഷ്യലായ കലത്തപ്പമാണ്. കുക്കറിലാണ് ചെയ്യുന്നത്. കലത്തപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. പച്ചരി നന്നായി കഴുകി 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ചോറും അതുപോലെ തന്നെ പച്ചരിയും ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിനി അതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർക്കാം. നല്ല ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതേ കുക്കറിലോട്ട് തന്നെ നമുക്ക് ഈ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി നമുക്കിതിൻ്റെ മേളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തും വിധം വിതറി കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കേണ്ട നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം കുക്കറിൽ നിന്നും. അതിനായിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം അതിൻ്റെ സൈഡിൽ കൂടി. ഓക്കെ, അപ്പം നമ്മുടെ കലത്തപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.